എൻ്റെ പേര് പുഷ്പ. ഞാൻ 2019 ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ കോവിഡ് കാരണം എൻ്റെ 2 വർഷം വരാൻ പറ്റാഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ 2024 ജൂൺ 7 ഉടമ്പടി രണ്ടാമതെടുക്കുകയും ചെയ്തു. ഉടമ്പടി ഞാൻ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം കിട്ടിയ അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ജൂൺ 7 ഉടമ്പടി എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഞാൻ ജൂൺ 14 എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഗുജറാത്തിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ട്രെയിനിൻ്റെ സമയം മാറ്റിയത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോകാറുള്ളപ്പോഴെല്ലാം 12:30 കായംകുളത്ത് നിന്ന് പോകുന്നത്. അന്നും പതിവ് പോലെ 12:30 എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. മകൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അന്ന് മൺസൂൺ ആയത് കാരണം സമയം ചേഞ്ചാക്കി അന്ന് കായംകുളത്തുനിന്ന് 10:45 ട്രെയിൻ വരുന്നതെന്ന് അറിയുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും കായംകുളത്ത് വരെ 3/4 മണിക്കൂർ കൊണ്ട് പോകാൻ സാധ്യമല്ലായിരുന്നു. എങ്കിലും ഞങ്ങളെല്ലാം എളുപ്പം എടുത്തുകൊണ്ട് ഹരിപ്പാട് ചെന്നപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ ട്രെയിന് കായംകുളത്തു നിന്ന് വിട്ടെന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ടാക്സിക്കാരനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, പിന്നെ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ എൻ്റെ കയ്യിലിരുന്ന മാതാവിൻ്റെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിക്കുകയും, അമ്മേ മാതാവേ, ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ റോഡിൻ്റെ പണി ആയിരുന്നിട്ട് കൂടിയും 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കളക്ട്രേറ്റിൻ്റെ അവിടം വരെയായി. 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് 11 മണിക്ക് ആലപ്പുഴ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിന് അന്ന് 11:15 വന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷേ പിടിച്ചിടാനായിട്ട് പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനാൽ ഇച്ചിരി ദൂരം മാറി കിടക്കുകയാണ്. 11:15 ആ ട്രെയിൻ എനിക്ക് പോകാൻ പറ്റി. അന്ന് ഒരാഴ്ചയ്ക്കകം അമ്മ വന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നീട് ഉള്ളത് എനിക്ക് കടങ്ങളുണ്ടായിരുന്നു. അത് വീട്ടുവാൻ വേണ്ടി ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ 2.5 വർഷം കൊണ്ട് ഞാൻ എല്ലാ പേപ്പേഴ്സും എല്ലാം റെഡിയാക്കി ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും അടുത്ത ആഴ്ചയാട്ടെ, ഇന്നിവിടെ ആളില്ല, പിന്നെ വരാം, എങ്ങനെ പറഞ്ഞാണ് എന്നെ വിട്ടിരുന്നത്. ജനുവരി 16 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇന്നെങ്കിലും എനിക്കിതൊന്ന് ശരിയാക്കി തരണേ. ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇതിന് നടക്കുന്നു, ഇനിയും ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, അമ്മേ, ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് കൊണ്ട് എൻ്റെ മക്കൾ ചെല്ലുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ആ കാര്യങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബാങ്കിൽ ചെന്ന് ബാങ്കിലോട്ട് കയറുന്നതിന് മുന്നേ ലോക്കൻ്റെ അടുത്ത് കൈപ്പിടിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, എന്നെ മുൻപേ കയറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ചെന്ന് മാനേജറെ കണ്ടപ്പോൾ മാനേജർ ചോദിച്ചു, ഓട്ടോ വരുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നിനിയും വരാൻ പറ്റത്തില്ല, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങ് ഭയങ്കര വിഷമം വന്നു. കാരണം ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു. ഞാൻ അന്ന് ദിവ്യബലി പങ്കെടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അമ്മ എൻ്റെ കൂട്ടത്തിൽ വരണമേ എന്നായിരുന്നു. അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു വരുമെന്ന്. പക്ഷേ മാനേജർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ മാനേജറിൻ്റെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ മാനേജറെ ഒന്നുകൂടെ നോക്കി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പുഷ്പ ഇങ്ങ് വന്നേ, പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഓട്ടോയിലാണ് വന്നേന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണുകയും എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്യുകയും എനിക്ക് അടുത്ത 1 മാസത്തിനകം 10 ലക്ഷം രൂപ ലോണ് കിട്ടുകയും എൻ്റെ കടങ്ങളെല്ലാം വീട്ടുവാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുള്ളത് ഇതെൻ്റെ ഇളയ മകളാണ്. എൻ്റെ മൂത്ത മകൾക്ക് സാക്ഷ്യം പറയാനായിട്ട് അവൾ ഇടയില്ലാത്തതുകൊണ്ട് അവിടെ സാക്ഷ്യം പറയുന്നില്ല. ഇതെൻ്റെ ഇളയ മകളാണ്. 2 പേർക്കും PCOD ആണ്. 2 പേർക്കും പീരിയഡ്സ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ, അവർക്ക് വേദന സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണമെന്ന്. അതുപോലെ വേദനയായിരുന്നു, കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അങ്ങനെ 2 പേരും വേദന അനുഭവിക്കുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കലില്ലായിരുന്നു. ഇവർ പഠിക്കാൻ പോയത് കാരണം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറ്റിൽ തൈലം തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഈ വർഷം ജൂൺ ആയപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദന, ചിലപ്പം 10, 12, 8, 9 ദിവസങ്ങളിലൊക്കെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെങ്കിൽ പോകാനും എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും പുറത്തോട്ട് പോകാനും ഒക്കെ വയ്യാതെ വന്നപ്പോഴും ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിങ്ങനെ തൈലം തേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടറിനോട് പറഞ്ഞെങ്കിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു.
സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞു പീരിയഡ്സ് നിൽക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അതിന് ഒരാഴ്ച മരുന്ന് തന്നു, എന്നിട്ടും കുറവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്തു. ഞാൻ അപ്പോഴും ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 1 മാസം വീണ്ടും മരുന്ന് കഴിച്ചിട്ട് ചെല്ലാം ചെയ്ത്. പക്ഷെ ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ മരുന്ന് ഇതിൽ കൂടുതൽ ഇനി ഞാൻ കഴിക്കത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് മാറ്റി തന്നാൽ മതി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേദന സഹിക്കുവാനുള്ള കൃപയും കൊടുക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അമ്മ മാതാവ് എൻ്റെ ഓവറിയിലുള്ള സിസ്റ്റം പൂർണ്ണമായും എടുത്തു മാറ്റി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സ്കാൻ ചെയ്തപ്പോഴേ എൻ്റെ ഓവറിയിൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത് അത് അവിടെ ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇപ്പം പറഞ്ഞത്. പിന്നീടുള്ളത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ഞാൻ നന്ദിയുള്ള ഒരു മകളായിട്ട് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് ഞാൻ ജപമാല റാലിയിൽ വരുന്ന 25-ാം തീയതി ജപമാല റാലി, 23-ാം തീയതി വിസയുടെ കാര്യങ്ങളെല്ലാം ഇവൾ പുറത്തോട്ട് പോകാൻ നോക്കുകയാണ്. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഏജൻസി എല്ലാം ഓക്കെ ആണെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ 25-ാം തീയതി സന്തോഷത്തോടു കൂടി വന്ന് അമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുത്തു. 27-ാം തീയതി ആയപ്പോഴത്തേക്ക് വിസ ശരിയായി എന്നും പറഞ്ഞ് വിസ അവളുടെ ഫോണിൽ അവൾക്ക് ഇട്ടുകൊടുത്തു. ഇന്ന് അവൾക്ക് ദുബായിലോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കുമെന്നാണ് ഏജൻസി പറഞ്ഞത്. അതും അമ്മ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അമ്മയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് അക്രൈസ്തവരായിട്ടുള്ള മക്കൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരെ എന്തുവാണ് കൃപാസനത്തെക്കുറിച്ച് പലരും പലത് പറയുന്നു, എന്നിട്ട് നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഞാൻ അവരോട് പറയുമ്പോൾ ഇതുപോലെ അല്ലല്ലോ മറ്റുള്ളവർ പറയുന്നതെന്ന് പറയും. അത് ഞാൻ അപ്പോഴവരോട് പറഞ്ഞത് എൻ്റെ അനുഭവം ഇതാണ്, മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങളും കൂടെ പോയി അതൊന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റുകയുള്ളൂ. ഞാൻ പത്രം കൊണ്ടു ചെല്ലുന്നത് നോക്കിയിരിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ ഒരു കൃപാസന അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, അതിലൊരു അംഗമാണ് ഞാൻ. അതിൽ അഖണ്ഡ ജപമാലയിൽ ഞാനും മകളും പങ്കെടുക്കുകയും അതിലൂടെ പൊതിച്ചോറ് കൊടുക്കുകയും പാവങ്ങൾക്ക് ആഹാര സാധനങ്ങൾക്കുള്ള ഓരോ മാസത്തേക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഷെയർ ചെയ്യുകയും എൻ്റെ മക്കൾക്കാണെങ്കിലും അവരെൻ്റെ അടുക്കലല്ലാത്ത സമയത്ത് അവർ പോകുമ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കണ്ടെങ്കിൽ അതിനകത്ത് അച്ഛൻ ഇന്ന് എന്തുവാണ് പറഞ്ഞത് അത് കണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി അങ്ങനെ ഞാൻ അവരോട് ചോദിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാത്തിനും മാതാവിനെയും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുഷ്പ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ഒരു ട്രെയിൻ സംബന്ധിച്ച വിഷയമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മൾ ദൈവത്തിനൊപ്പം ദൈവത്തിൻ്റെ ട്യൂൺ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ എളിമപ്പെടുത്തുകയും വിശ്വാസത്തിൽ വിശ്വസ്തതയുള്ളവരാവുകയും ആഴമേറിയ സ്നേഹത്തിൽ ദൈവത്തിന് പ്രിയങ്കരമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവം ഏറ്റെടുക്കുകയും നമുക്ക് പോലും പരിഹരിക്കുവാനാവില്ലെന്ന് കരുതുന്ന പ്രയാസങ്ങളുടെ മേൽ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുന്നതാണ് കാണുന്നത്. പരിശുദ്ധമ്മ മാതാവ്, കൃപാസന മാതാവിൻ്റെ സവിശേഷമായ മാധ്യസ്ഥം ജീവിത ക്ലേശങ്ങളെ ലഘൂകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. കാരണം അമ്മയുടെ കൃപയുടെ നിധിയിൽ നിന്നും നമുക്ക് വേണ്ടുന്ന കൃപ ചൊരിയുന്നതിന് അമ്മ തമ്പുരാനോട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ പുണ്യ സമ്പത്ത് നമുക്കുള്ള കുറവുകളെ പരിഹരിക്കുവാൻ കാരണമായി തീരുന്നു. ലക്ഷക്കണക്കിന് മക്കളെടുത്ത ഉടമ്പടി, അവർ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ ജീവിത നിയോഗങ്ങൾ സമയച്ചുരുക്കത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് ദൈവസന്നിധിയിൽ നമുക്ക് മാധ്യസ്ഥമായി തീരുന്നു. അതോടൊപ്പം ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണമായ ജീവിതവും നിരന്തരമുള്ള പ്രാർത്ഥനയും അത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ നിയോഗം സമർപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന്മേലും തീരുമാനമാകുവാൻ സഹായകരമായി തീരുന്നു. കാരണം ഓരോ ബലിയർപ്പണത്തിന് ശേഷവും നാം ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ജോസഫ് അച്ഛൻ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിന് അമ്മയുടെ പ്രത്യേക സഹായത്താൽ അവയ്ക്ക് മേൽ തീരുമാനമുണ്ടാകുന്നതിന്
ചെയ്യുന്നതിന് വേണ്ടി അമ്മ മാതാവിനോട് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നും നേർച്ച വസ്തുക്കളും ഉടമ്പടി നിയോഗങ്ങളും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ പ്രത്യേകമായ കൃപാവര സിദ്ധിയിലാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾ വേഗത്തിൽ അമ്മ മാതാവ് ഏറ്റെടുക്കുകയും അത് ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എളിമയുള്ളൊരു മനസ്സാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായി വേണ്ടത്. നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളൊരു ആത്മാവാണ് ദൈവസ്വരം കേൾക്കുവാനായി സമർപ്പിക്കേണ്ടത്. നമുക്ക് ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നതിന് വേണ്ടി വേണ്ടത്. അതിലേക്കാണ് ഉടമ്പടി ജീവിതം ഓരോ ദിവസവും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക. ആത്മാവിനെ ശുദ്ധീകരിച്ച് വിശ്വാസത്തെ വിശ്വസ്തതയിൽ ബലപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളെ വളർത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും അമ്മ മാതാവ് ബലപ്പെടുത്തുകയാണ്, വിശ്വാസത്തിലും ആത്മീയതയിലും വളർത്തുകയാണ്. നമുക്കതിലൂടെ ഉടമ്പടി ജീവിതം കൂടുതൽ അനുഗ്രഹമുള്ളതാവട്ടെ. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.